ആഘോഷങ്ങൾക്ക് ആവേശമൊട്ടും ചോരാതെ അഷ്ടമി രോഹിണി ഉത്സവം കെങ്കേമമാക്കാൻ ഒരുങ്ങുകയാണ് കൊല്ലം കൊട്ടാരക്കര കുലശേഖരനെല്ലൂർ ക്ഷേത്ര ഭരണസമിതി. കൊട്ടാരക്കരയിൽ നിന്നും എസ് വിനീഷിന്റെ റിപ്പോർട്ട് കാണാം. അഷ്ടമി രോഹിണി നാളിൽ അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് കൊട്ടാരക്കര കുലശേഖരനെല്ലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളമായി എന്ന് നമുക്ക് ക്ഷേത്രോപദേശക സമിതി അംഗങ്ങളോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം, എങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്? ഈ വർഷം വ്യത്യസ്തമായി പതിവിൽ നിന്ന് വിപരീതമായി മുൻകാലങ്ങളിൽ ഒരു കമ്മിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ കമ്മിറ്റി ഉപദേശസമിതി ഒരു 6 മാസമായി അധികാരത്തിൽ വന്നിട്ട് അതിൻ്റെ മുന്നോടിയായി ഈ ക്ഷേത്രത്തിൽ ഇതൊരു പുരാതനമായ ക്ഷേത്രമാണ്. പുരാതനം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ ഇവിടെ ശിവേലിയും മറ്റേ എല്ലാം ഉള്ള ഒരു ക്ഷേത്രമായിരുന്നു. പക്ഷേ കാലക്രമേണ അത് ജീർണതയിലായിപ്പോയി. തിരിഞ്ഞ് നോക്കാൻ ആളുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴാണ് ഇവിടെ ഒരു 6 മാസം മുമ്പ് ഒരു കമ്മിറ്റി ഉപദേശസമിതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്തത്. അങ്ങനെ അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ദശാവതാര ചാർത്ത്, ക്ഷേത്രത്തിൻ്റെ വികസനങ്ങളുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് ദശാവതാര ചാർത്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഏകാദശി, അതുപോലെ എല്ലാ മാസവും രോഹിണിക്ക് പ്രസാദകൂട്ട്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത്. പ്രസാദകൂട്ട് എല്ലാ മാസവും രോഹിണിക്ക് ഭഗവാന്റെ നാളായ രോഹിണി ദിവസം പ്രസാദകൂട്ട് എന്ന് പറയുന്നത് പടച്ചോറ്, ചമ്മന്തി, അവിയൽ, രസം, മോര്, ഉപ്പുമാങ്ങ ഇങ്ങനെ തുടങ്ങി പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ ഒരു പ്രസാദകൂട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. അന്നേ ദിവസം വലിയ തിരക്കാണ് രോഹിണി ദിവസം. അതുപോലെ ഭഗവാന്റെ ഏകാദശി, മാസത്തിലെ 2 ഏകാദശിയും വിശേഷ ദിവസമായി ആഘോഷിക്കപ്പെടുന്നു. അതുപോലെ വിശേഷ ദിവസങ്ങളെല്ലാം ഇപ്പോൾ വിപുലമായ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. അതിൻ്റെ ഒരു ഭക്തജന പങ്കാളിത്തം നമുക്ക് തീർച്ചയായും ഇവിടെ കാണാൻ കഴിയും. ഒരു ജീർണതയിൽ നിന്ന് അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് നമ്മുടെ വയനാട് ദുരന്തം വന്നതുകൊണ്ടാണ് ഉപദേശസമിതി 5 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുരന്തം വന്നതുകൊണ്ട് അത് 3 ദിവസമായി ചുരുക്കുകയും 3 ദിവസം ചുരുക്കിയത് കൊണ്ട് 2 ദിവസം ചെറിയ രീതിയിൽ രാവിലെ പ്രഭാത ഭക്ഷണവും അങ്ങനെയുള്ള 2 ദിവസത്തെ പൂജകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ 2 ദിവസവും 24, അതായത് ആഗസ്റ്റ് 24, 25 ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ പ്രഭാത ഭക്ഷണവും, അഷ്ടമി രോഹിണി ദിവസമായി 26-ാം തീയതി രാവിലെ ഗണോദ്ഗമത്തോടുകൂടി ആരംഭിച്ച് 7:30 മണിക്ക് തുടങ്ങുന്ന പ്രഭാത ഭക്ഷണം വരുന്ന മുഴുവൻ ആളുകൾക്കും, അത് വിനായക സജിത് കുമാറിൻ്റെ വക വഴിപാടായിട്ടാണ് ഏറ്റവും വരുന്ന എല്ലാവർക്കും രാവിലത്തെ പ്രഭാത ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് 10 മണിക്ക് കളഭാഭിഷേകം, ഭഗവാന് കളഭം ചാർത്തി എല്ലാ ദീപാരാധനയോട് കൂടിയുള്ള കളഭാഭിഷേകം ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ രമേശ് ഭാനുഭാനു പണ്ടാരത്തിൻ്റെയും 10ഓളം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലാണ് ആ പൂജകൾ നടക്കുന്നത്. അതിനൊക്കെ വളരെ ഭക്തജന പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും 12 മണി മുതൽ ഇവിടുത്തെ പ്രമുഖ പാചകവേദത്തിനായ ശ്രീ അർപ്പര ബാലേന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ നാൾ രോഹിണിയാണ്. അദ്ദേഹമാണ് എല്ലാ മാസത്തെയും രോഹിണി ഈ അഷ്ടമരോഹത്തിലെ അന്നദാനവും ഇവിടെ വഴിപാടായി സമർപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് 5 മണിക്ക് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നിരുന്ന ബാലഗോകുലം ഘോഷയാത്ര ടൗൺ ചുറ്റി, അതായത് ഗണപതിയമ്പലത്തിലെ സന്നിധിയിൽ നിന്ന് ഉറിയടിയോടുകൂടി ആരംഭിച്ച് ടൗൺ ചുറ്റി വരുന്ന ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്ര 6:45 ഇവിടെ എത്തിച്ചേരും. ഇവിടെ എത്തിച്ചേരുമ്പോൾ മഹാദീപാരാധനയും അങ്ങനെ അതിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് കുട്ടികൾക്ക് കൊടുക്കാനുള്ള പാൽപ്പായസം, അത് വ്യത്യസ്തതയാർന്ന പാൽപ്പായസം, അമ്പലപ്പുഴ പാൽപ്പായസം പോലെയുള്ള രീതിയിൽ വെക്കുന്നതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ രീതിയിലുള്ള പാൽപ്പായസം വരുന്ന കുട്ടികൾക്കെല്ലാം ഭഗവാന്റെ പ്രസാദമായി കൊടുക്കുവാനാണ് തീരുമാനിച്ചത്. അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം ഒരു ഭജൻസ്, നന്ദഗോവിന്ദം ഭജൻസ്, ഒരു വലിയ ട്രൂപ്പാണ്, 10-15 പേരടങ്ങുന്ന ഒരു ഭജന ട്രൂപ്പാണ്, കോട്ടയത്തുള്ളതാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു ഭജൻ ഇവിടെ നെടുത്തൂർ പരമേശ്വരൻ വിളിച്ചേട്ടൻ്റെ മകൻ ദീപക് കുമാറാണ് വഴിപാടായി സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് 108 കലശം, ഇവിടേക്ക് കലശം നടത്താറുണ്ട്. പക്ഷേ എങ്കിലും ഇപ്രാവശ്യം നമ്മൾ തുടക്കം എന്ന രീതിയിൽ 108ആണ്. അത് അടുത്ത വർഷം മുതൽ അതിന് 10 മടങ്ങായുള്ള പൂജകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതും ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്തിലാണ്. 12 മണിക്ക് കൃഷ്ണൻ്റെ അവതാര പൂജയും മഹാദീപാരാധനയും രാത്രി 12 മണിക്ക് അഷ്ടമരോഹിണി ദിവസം നടത്തപ്പെടുന്നു. അന്ന് രാത്രി വരുന്ന ആളുകൾക്കെല്ലാം ഭക്ഷണവും ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ അഷ്ടമരോഹിണി ദിവസമായ അന്നത്തെ കാര്യങ്ങൾ, ഇങ്ങനെ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്ന് സന്തോഷം അറിയിക്കുക. മറ്റു ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഇതുവരെ എല്ലാ ക്രമീകരണങ്ങളും നടന്നിരിക്കുകയാണ്. ഇനി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇനി ദീപാലങ്കാരം ചന്തമുക്ക് ടൗൺ ചുറ്റി നല്ല ദീപാലങ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. ഉറിയടി, അന്നദാനം, അതുപോലെ തന്നെ ഘോഷയാത്ര ഉൾപ്പെടെയുള്ള വിപുലമായ ചടങ്ങുകളാണ് ഈ ഉത്സവാന്തരീക്ഷത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര.